പ്രധാനമായിട്ടും നമ്മുടെ വീട് നേരത്തെ ഉണരുന്ന വീടാവുക. നമ്മളെല്ലാവരും പള്ളിയിൽ വരുന്നവരാണ്. നമ്മളെ ഭാര്യമാര് നമ്മൾ വരുന്നതിന് മുമ്പ് എഴുന്നേറ്റിട്ടുണ്ടാവും. പക്ഷെ മക്കളും കൂടി എഴുന്നേൽക്കുന്നുണ്ടോ? എല്ലാ അർത്ഥത്തിലും നേരത്തെ ഉണരുന്ന വീട് അത് നമ്മുടെ ഓരോ പ്രവർത്തകന്റെയും ഒരു സംസ്കാരമാണ്. രണ്ടാമത്തേത്, രാവിലെ സമയത്തിന് പ്രത്യേകം ബർക്കത്തുണ്ട്. ബൂരിക്കൽ ഉമ്മത്തി ഫീ ബുകൂരിഹാ, ഈ ഉമ്മത്തിന്റെ പ്രഭാതത്തിന് അല്ലാഹു തആല പ്രത്യേകം ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘത്തെയോ ഒരു സൈന്യത്തെയോ ഒക്കെ അയക്കുമ്പോൾ രാവിലെയാണ് അയക്കുക, ആ സമയത്തിന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി. ഈ ഹദീസുകൾ ഉദ്ധരിക്കുന്ന മഹാന്മാരിൽ ചിലർ കച്ചവടക്കാരായിരുന്നു. അവർ രാവിലെ തന്നെ പോകും. അവരുടെ കച്ചവടങ്ങളിൽ പ്രത്യേകം ബർക്കത്ത് കിട്ടിയത് ചരിത്രങ്ങളിലുണ്ട്. അതോടൊപ്പം തന്നെ രാവിലെ വലിയൊരു പ്രതീക്ഷയുടെ സമയമാണ്. നമ്മുടെ ഈ പദ്ധതിയുടെ പേര് ഏർലി ബേർഡ്സ് എന്നാണ്. നേരത്തെ ഉണരുന്ന പക്ഷികൾ. കോടിക്കണക്കിന് പക്ഷികൾ രാവിലെ പറന്നു പോയി കഴിഞ്ഞു. ഒന്നുമില്ല, പള്ള കാലിയാണ്, ഒരു കമ്പനിയിലും ജോലിയില്ല, എവിടെയൊന്നും കരുതി വെച്ചിട്ടില്ല. തഹദു ഹിമാസൻ, അള്ളാഹുവിൽ പ്രതീക്ഷിച്ചുകൊണ്ട് രാവിലെ പറന്നു പോവാണ്. ഏതോ പാടത്തുനിന്ന് ഏതോ ആളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വൈകുന്നേരം തറൂഹ വിത്വാന, വൈകുന്നേരം സംതൃപ്തിയോടെ മടങ്ങി വരും. അപ്പൊ പ്രതീക്ഷയുടെ ഒരു സമയമാണ് രാവിലെ. ഈ രാവിലെ സമയം നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹിദായത്ത് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആരോഗ്യം. നമുക്ക് ചില ആരോഗ്യ ശീലങ്ങൾ ഉണ്ടാവണം. ഇന്ന് നമ്മൾ നടന്നത് ഒരു റോഡ് ഷോയ്ക്ക് വേണ്ടി നടന്നതല്ല. എന്നും നമ്മളിൽ ഒരു അല്പസമയം വിയർക്കുന്ന വ്യായാമം ഉണ്ടാകണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി നടന്ന. ചില ആളൊക്കെ വിചാരിച്ചു കോട്ടക്കൽ വൈകുന്നേരം നടക്കുന്ന മാതിരിയുള്ള നടത്താണ് രാവിലെ. ഇവിടെ അല്ല, ഇത് കയ്യും വീശി നല്ല തടി ഇളകുന്ന മാതിരി കുറച്ച് സമയം നടക്കുക, അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക. നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാവണം എന്നൊരു മെസ്സേജ് കൈമാറാനാണ്. പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് രോഗങ്ങളും ലൈഫ് സ്റ്റൈൽ രോഗങ്ങളാണ്. നമ്മുടെ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാരണമായി വരുന്ന രോഗങ്ങളാണ്. അപ്പൊ ഒന്ന് വിയർത്ത് ബേൺ ചെയ്ത് പോയാൽ നമുക്ക് കുറച്ചുകൂടി ആരോഗ്യത്തിന് നല്ലതാണ്. മുൻഗാമികളായ ആളുകളൊക്കെ ഇത് ചെയ്തിരുന്നതാണ്. അവർക്ക് സ്വാഭാവികമായും കിലോമീറ്ററുകൾ നടന്ന്, വൈലത്തൂർ ബാവുസ്താദൊക്കെ വീട്ടിൽ നിന്ന് നടന്നിട്ടാണ് ഓമച്ചപ്പുഴയിൽ ദർസിലേക്ക് വന്നിരുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അവർക്കൊക്കെ നടത്തമുണ്ടായിരുന്നു. നമ്മളെ മാതിരി ഇങ്ങനെ പേരിട്ട് നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് നടത്തങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ 90 വയസ്സുള്ള മുഫ്തി ഉസ്താദ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മർക്കസിൽ വന്നിട്ട് പോയി. അവരുടെ നമ്മൾ ഒരു കൊല്ലം പഠിക്കുമ്പോഴുള്ള അനുഭവം എന്താ? ഒരു 3:30-4 മണിക്ക് എഴുന്നേൽക്കും. കോളേജിന്റെ മേലെ വലിയ ബിൽഡിംഗ് ആണ് ചത്തുരം. അതിൽ 1 മണിക്കൂറോളം നടന്ന ഔറാദുകൾ മുഴുവൻ നടത്തയുമായി ഔറാദുമായി. പിന്നെയാണ് വാങ്ങിക്കൊടുക്കുമ്പോൾ ഞങ്ങളൊക്കെ റൂമിൽ വന്ന് വിളിക്കാം. അപ്പൊ 1 മണിക്കൂറോളം അവർ നടക്കും. ഇതുപോലെ നമ്മുടെ മുൻഗാമികൾക്ക് ഈ ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ ശീലങ്ങളിൽ മാറി പുതിയ ജീവിത രീതിയിലേക്ക് വന്നപ്പോ തീരെ നടക്കാതെ ആയി. അപ്പൊ നമ്മൾ നടന്നോ, വ്യായാമം ചെയ്തോ, നമ്മുടെ ആരോഗ്യത്തെ പരിരക്ഷിച്ചാൽ പള്ളി ഓഡിറ്റോറിയം ആവാതിരിക്കും. അവസാനം വരെ നിന്ന് നിസ്കരിക്കണം എന്നൊരാഗ്രഹം എല്ലാ മുഅ്മിനും ഉള്ളതാണ്. അത്തരം നല്ല നിയ്യത്തോടു കൂടിയാണ് നമ്മള് നടക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യേണ്ടത്. അള്ളാഹുവിന് നല്ല റാഹത്തോടെ ആഫിയത്തോടെ ഇബാദത്ത് ചെയ്യണം. അവസാന സമയം വരെ നിന്ന് നിസ്കരിക്കണം. അങ്ങനെയൊക്കെയുള്ള നല്ല നിയ്യത്തിൽ നടന്നാൽ ആ നടത്തോ ഒരു ഇബാദത്തായി. ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. സാന്ത്വന പ്രവർത്തകർ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. അതിനൊക്കെ നല്ല ആരോഗ്യമാണല്ലോ. അപ്പൊ ആരോഗ്യശീലങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അടുത്തത്, നമ്മുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും ദിക്റുകൾ ദായിമാക്കണം. അതിനിപ്പോ ഒരു വലിയ 1000ന്റെ തസ്ബീഹ്മാല വാങ്ങി ശരീരം മുഴുവൻ ചുറ്റി എവിടെങ്കിലും മൂലക്ക് പോയിരുന്നിട്ട് ചൊല്ലി തീർക്കണമെന്നില്ല. അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ദിക്ർ ചൊല്ലുന്ന സ്ത്രീ പുരുഷന്മാർ എന്ന് വിശേഷിപ്പിച്ച കൂട്ടത്തിൽ നമുക്ക് വാരിദായ ദിക്ർ, നിസ്കാരത്തിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പതിവാക്കിയാൽ തന്നെ 5 നേരം കൊണ്ട് 500 ദിക്റായി.
സുബൈക്ക് ശേഷമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അതുപോലെ തന്നെ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ. അങ്ങനെയുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അറിയാത്ത ആരും ഇല്ലേ കൂടുതൽ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പതിവാക്കിയാൽ നമുക്ക് ആ വാരിദായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിപ്പിച്ചു തന്ന ആ ദിക്റുകൾ പതിവാക്കുക വഴി തന്നെ നമുക്കൊരു ആത്മീയ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിയും. ഓരോരുത്തർക്കും അങ്ങനെയെങ്കിലും ഉള്ള ഒരു ജീവിത ചിട്ട ഉണ്ടായിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 5 നേരത്തെ നിസ്കാരത്തിന് അള്ളാഹുവിനോട് ആഫിയത്തിന് ചോദിക്കുന്നുണ്ട്. സുബഹിയുടെ ഖുനൂത്തിൽ ആദ്യം തന്നെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടാമത് ചോദിക്കുന്നത്, അള്ളാഹുവെ ഞങ്ങൾക്ക് ആഫിയത്ത് തരണം. അപ്പൊ ഇത്രയും ദിക്റുകളിൽ തന്നെ ആഫിയത്തിനെ പ്രവേശിപ്പിച്ച ഒരു മതമാണ് നമ്മൾ. ഇത് രണ്ടും ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അപ്പൊ ഇത്തരം ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ചില ആളുകളൊക്കെ ഒരു കമന്റ് പാസ്സാക്കിയിട്ടുണ്ട്, നിങ്ങൾ മെല്ലെ നടന്നാൽ മതി, കാരണം നിങ്ങൾക്ക് തിരുവനന്തപുരം വരെ നടക്കണമല്ലോ, ഞങ്ങൾക്ക് പിന്നെ ഇന്നല്ലേ നടക്കേണ്ടുള്ളൂ എന്ന് ചിലരൊക്കെ പറയും. ഇതങ്ങനല്ല, ഇത് ഇന്ന് മാത്രം നടക്കാനുള്ളതല്ല, എന്നും നമ്മുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും ഒക്കെ ഉണ്ടാവാനുള്ള ശീലങ്ങളാണ്. ചിലപ്പോൾ പറയുന്നത് എനിക്ക് അത്രയും പ്രാക്ടിക്കൽ ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും എക്സസൈസ് പ്രാക്ടിക്കൽ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ ചില ശീലങ്ങൾ ഉണ്ടാവണം. പിന്നെ നമ്മുടെ സമ്മേളനം ഇൻഷാ അല്ലാഹ് ഒരു വേറിട്ട സമ്മേളനമായിരിക്കും കേരള യുവജന സമ്മേളനം. 10,000 സ്ഥിരം പ്രതിനിധികളും 3 ദിവസങ്ങളിലായി 1,00,000 പേർ എത്തിച്ചേരുന്ന സമ്മേളനം. ഒരുപാട് വിദേശ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ആ സമ്മേളനത്തിലേക്ക് ആളുകളെ എത്തിക്കാനും അതിന്റെ വിജയത്തിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും, ഈ 10,000 പ്രതിനിധികൾക്ക് തന്നെ ഒരു 3 ദിവസത്തേക്ക് ഒരാൾക്ക് 1,500 രൂപ വെച്ച് നമുക്ക് ചെലവുണ്ട്. അതിലൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും ഉണ്ടെങ്കിലേ അത് വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. അത് ചോദിക്കാതെ തന്നെ കണ്ടറിഞ്ഞ് എല്ലാവരും ആവശ്യത്തിലേക്ക് എത്തിച്ചു തന്നാൽ സമ്മേളനം നമുക്ക് നല്ല വിജയകരമായി നടത്താൻ കഴിയും. തൃശ്ശൂർ ടൗൺ കഴിഞ്ഞ് ഹൈവേയിൽ കിട്ടുന്ന ആദ്യ പ്രധാന ടോളിന്റെ അടുത്ത സൈഡിൽ ഒരു 10.5 ഏക്കർ വിശാലമായ സ്ഥലത്ത് ഒരുപാട് സംഭവങ്ങൾ ഒരുങ്ങി ഒരു വൈവിധ്യമാർന്ന സമ്മേളനമാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ സമ്മേളനം വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാകണം. അൽഹംദുലില്ലാഹ് എന്നോടൊപ്പം സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഷറഫുദ്ദീൻ ഇടുക്കിയും അതുപോലെ തന്നെ നിസാർ അതിരകം കണ്ണൂരും രണ്ടുപേരും ഓരോ വാക്കുകൾ സന്തോഷം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ചായ കുടിച്ച് പിരിയാം.